നമുക്ക് ഈ നരേന്ദ്രമോദിയും പറയുന്നത് അത് തന്നെയാണ്. നമുക്കാരെയും കൊല്ലണ്ട, നമുക്ക് കൊല്ലപ്പെടുകയും വേണ്ട. ആരെയും തോൽപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മൾ തോക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. നമ്മളെ ഇങ്ങോട്ട് അടിക്കുമ്പോൾ തിരിച്ച് നമ്മൾ അങ്ങോട്ട് അടിക്കാതിരിക്കാൻ പറ്റുമോ? നമ്മളും തിരിച്ചടിക്കും അല്ലേ? അത് തന്നെയാണ് ഈ രാജ്യവും ചെയ്തത്. അത് പിടിക്കാത്ത കുറച്ച് ആളുകൾക്കാണ് വല്ലാത്ത വേദന തോന്നിയത്. ഭയങ്കരമായിട്ടുള്ള വിഷമവും പ്രയാസവും സംഘർഷഭരിതമായ സാഹചര്യത്തിലൂടെയും ഒക്കെയായിരുന്നു അവർ കടന്നുപോയത്. ഓപ്പറേഷൻ സിന്ദൂർ. അയ്യോ, ഇനിയിപ്പോൾ എന്തായിരിക്കും തിരിച്ചങ്ങോട്ട് ചെയ്യാൻ പോകുന്നത് എന്നൊന്നും അറിയാതെ. കാരണം പാകിസ്ഥാനിലെ നമ്മുടെ സ്വന്തം സഹോദരങ്ങൾ വല്ലാതെ വിഷമിക്കുവോ, പ്രയാസപ്പെടുവോ, എന്താണ് ചെയ്യുക ഒന്നും അറിയില്ല. ഇപ്പോൾ ഭീകരരുടെ താവളങ്ങളെ കൃത്യമായിട്ട് ലക്ഷ്യമിടാൻ പാകിസ്ഥാന്റെ സൈനിക നടപടികളുടെ മുനയൊടിക്കാനും ഇന്ത്യക്ക് സാധിച്ചില്ലേ? ഇതാരാ ലോകത്തോട് വിളിച്ചു പറയുന്നത്? US പ്രതിരോധ വകുപ്പിലെ മുൻ ഉദ്യോഗസ്ഥനാണ് ഇന്ത്യ ചെയ്ത വലിയ സേവനങ്ങളെ കുറിച്ച് വിളിച്ചു പറയുന്നത്. പാകിസ്ഥാനെ അടിച്ചൊതുക്കി മൂലക്കിരുത്താൻ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് US പ്രതിരോധ വകുപ്പ് ഉദ്യോഗസ്ഥനാ, മുൻ ഉദ്യോഗസ്ഥൻ. ഇന്ത്യയുടെ നടപടികളിൽ ഭയന്നു വിറച്ച് കാലുകൾക്കിടയിൽ വാലും ചുരുട്ടി ഓടുന്ന നായയെ പോലെ വെടിനിർത്തലിനു വേണ്ടി പാകിസ്ഥാൻ പരക്കം പായുകയായിരുന്നു എന്നും പെന്റഗണിന്റെ മുൻ ഉദ്യോഗസ്ഥനായ മൈക്കിൾ റൂബിൻ പരിഹസിച്ചു. ഷാഹിദ് അഫ്രീദി എന്ന് പറയുന്ന മുൻ ക്രിക്കറ്റ് താരം അവിടെ ഇന്ത്യയെ തറ പറ്റിച്ചെന്ന് പറഞ്ഞിട്ട് പാകിസ്ഥാന്റെ വിജയം ആഘോഷിക്കുക. അല്ലടാ മലരന്മാരെ, നിന്റെയൊക്കെ കേന്ദ്രങ്ങളൊക്കെ കണ്ടായിരുന്നു? ഇന്ത്യ തകർത്ത കേന്ദ്രങ്ങൾ കണ്ടിട്ട് തന്നെയാണോ ഇതൊക്കെ നിങ്ങൾ കെങ്കേമമായിട്ട് വിളിച്ചു പോകുന്നത്? തങ്ങളുടെ പരാജയം പരിതാപകരമായിരുന്നു എന്ന യാഥാർത്ഥ്യം പാക് സേനയ്ക്ക് മനസ്സിലായിട്ടുണ്ടെന്നും അത് ലോകം മനസ്സിലാക്കിയിട്ടുണ്ടെന്നും ലോകരാജ്യങ്ങൾ അത് നേരിൽ കണ്ടതാണെന്നും അതിൽ നിന്നും ഒരിക്കലും ഒഴിഞ്ഞു മാറാൻ പാകിസ്ഥാന് സാധിക്കില്ലെന്നും മൈക്കിൾ റൂബിൻ പറയുവാണ്. നയതന്ത്രപരമായും സൈനികപരമായും ഇന്ത്യ വിജയം നേടിയതായും ഭീകര പ്രവർത്തനത്തിന് പാകിസ്ഥാൻ നൽകി വരുന്ന സ്പോൺസർഷിപ്പിൽ ഇപ്പോൾ ലോകത്തിന്റെ പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധയെത്തിയതായും ANIക്ക് അനുവദിച്ച ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറയുവാണ്. തങ്ങൾ ഉദ്ദേശിച്ച സന്ദേശം പങ്കുവയ്ക്കാൻ മെയ് 7-ാം തീയതി പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണങ്ങൾക്ക് സാധിച്ചതായും മൈക്കിൾ റൂബിൻ പറഞ്ഞു. ഭീകരനായാലും ഏതു വലിയ ISI അംഗമായിരുന്നാലും ശരി, ഇനി പാക് സൈനിക സേനയിലെ വലിയ കിങ്കരനായിരുന്നാലും ശരി, ഇന്ത്യക്കാർക്ക് അതിൽ യാതൊരു വ്യത്യാസവുമില്ല. ഭീകരൻ, ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന, ഭീകരാക്രമണങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഭീരുക്കളായ ഭീകരന്മാർ, ഒളിയാക്രമണം നടത്തുന്ന ഭീരുക്കൾ, ഇന്ത്യയുടെ ശത്രുക്കൾ. ഇത്രയുള്ളൂ ഇന്ത്യക്ക്. അവര് എത്ര വലിയ കൊടും വില്ലനായിരുന്നാലും ശരി, ഞങ്ങൾക്ക് വ്യത്യാസമില്ല എന്ന യാഥാർത്ഥ്യമാണ് ഇന്ത്യൻ സേന അവിടെ കാണിച്ചത്. പാക് ഉദ്യോഗസ്ഥർ യൂണിഫോം ഇട്ട് ഭീകരരുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നത് നമ്മൾ കണ്ടില്ലേ? ഇവരാണ് ഭീകരരെ വളർത്തിക്കൊണ്ടുവരുന്നത്. സ്വന്തം സംവിധാനത്തിൽ നിന്ന് ജീർണിച്ച ഒരു വിഭാഗത്തെ പുറന്തള്ളാൻ പാകിസ്ഥാനോട് ലോകം ആവശ്യപ്പെടുമ്പോൾ അതിന് സാധിക്കാതെ രാജ്യത്തിനകത്ത് തന്നെ ഭീകരവാദികളെ വളർത്തി അവരെ ആനയിച്ച് അവർക്ക് വേണ്ടുന്ന സ്വർണ്ണ കിരീടം വച്ച് അവരെ അനുഗ്രഹിച്ച് അവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്ത് അവാർഡുകൾ നൽകി, റിവാർഡുകൾ നൽകി, പുരസ്കാരങ്ങൾ നൽകി അവരെ വളർത്തിക്കൊണ്ടുവരുന്ന പാകിസ്ഥാൻ ഇനിയും ഏറെ അനുഭവിക്കാൻ ബാക്കിയുണ്ട്. അതുകൊണ്ടാണ് ചർച്ചയെ സൈനിക നടപടിയിലേക്ക് ഇന്ത്യ വ്യത്യാസപ്പെടുത്തിയത്. അതിലെ പാകിസ്ഥാൻ നടുങ്ങിത്തെറിച്ചു. ഇന്ത്യയുമായിട്ടുള്ള ഓരോ യുദ്ധവും പാകിസ്ഥാൻ തുടങ്ങി വെച്ചതാണ്. ഇത് അമേരിക്ക തന്നെ ഉറപ്പിച്ചു പറയുക. ഇന്ത്യ അങ്ങോട്ട് ആരെയും കയറി ചൊറിഞ്ഞ ചരിത്രമില്ല. തുർക്കിയും അങ്ങോട്ട് കൊടുത്തിട്ട് വാങ്ങിച്ചതാണ്, ലക്ഷദ്വീപും അങ്ങോട്ട് കൊടുത്തിട്ട് വാങ്ങിച്ചതാണ്. എന്നിട്ട് ഓരോ തവണയും തങ്ങൾ എങ്ങനെയാണോ വിജയിച്ചതായിട്ട് പാകിസ്ഥാൻ സ്വയം ബോധ്യപ്പെടുത്തുന്നത്. നിറികെട്ട നാണം കെട്ട തെമ്മാടി കൂട്ടം.
പ്രതിരോധ മന്ത്രി തന്നെ പറയുന്നു, അമേരിക്കയുടെ മുൻ പ്രതിരോധ മന്ത്രിയും പറയുന്നു. ഇത്തവണ അവർക്ക് അങ്ങനെ ഒരു സ്വയം ബോധ്യപ്പെടുത്തൽ പോലും അസാധ്യമായി മാറും. കാരണം ഏറ്റവും കൃത്യമായിട്ടാണ് ഭീകര താവളങ്ങളെയും ഭീകര പ്രവർത്തന പരിശീലന കേന്ദ്രങ്ങളെയും ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കിയത്. പാകിസ്ഥാന് ഒന്ന് പ്രതികരിക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെ നിഷ്പ്രഭമാക്കാൻ ഇന്ത്യക്ക് മിനിറ്റുകൾ മാത്രമേ വേണ്ടി വന്നുള്ളൂ. വെടിനിർത്തൽ നടപ്പിലാക്കാൻ വാലും ചുരുട്ടി നായയെ പോലെ പാകിസ്ഥാൻ പരക്കം പാഞ്ഞു എന്ന് പറയുന്നത് അമേരിക്കയാണ്. ഏറ്റവും പരിതാപകരമായിട്ടുള്ള തോൽവിയാണ് തങ്ങൾക്ക് സംഭവിച്ചത് എന്ന യാഥാർത്ഥ്യത്തിൽ നിന്ന് പാക് സേനയ്ക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. ഇനി വരുന്ന ചരിത്രം അത് വിധിയെഴുതും. പാകിസ്ഥാൻ എന്ത് ചെയ്യുമെന്നാണ് ഇനിയുള്ള ചോദ്യം. പാക് സേനയ്ക്കുള്ളിലുള്ള പ്രശ്നം അത് തന്നെയാണ്. പാകിസ്ഥാൻ സമൂഹത്തിന് പാക് സൈന്യം അർബുദം പോലെയാണ്. പാകിസ്ഥാൻ രാജ്യത്തിന് പാക് സൈന്യം അർബുദമാണ്. അത് മുറിച്ചു മാറ്റണം. പാകിസ്ഥാൻ സ്വയം ശുദ്ധീകരിക്കപ്പെടണം. അതിനുള്ള വേണ്ടുന്ന സാഹചര്യങ്ങൾ ഒരുങ്ങിക്കിട്ടുമ്പോൾ അത് ചെയ്യാതെ ആ രാജ്യം വീണ്ടും ഏറെ ബഹുദൂരം പിന്നോട്ട് പോകുക. മൈക്കിൾ റൂബിൻ പറഞ്ഞതുപോലെ ഇവര് ഒരു പണി കിട്ടിയാലോ 9 പണി കിട്ടിയാലോ പഠിക്കുന്ന വിഭാഗമല്ല. വാലും ചുരുട്ടി നായയെ പോലെ ഇവരോടട്ടെ, ഒരു രക്ഷയുമില്ല. ഇവര് ഈ യുദ്ധത്തില് നേടിയത് എന്താണ്? ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ ഇവര് ബലി കൊടുത്തു. ഇവര് ബലി കൊടുത്ത ചരിത്രമേ ഉള്ളൂ. പക്ഷേ ഇത്തവണ ഇന്ത്യ വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്തതുകൊണ്ട് മാത്രം ഒരു സാധാരണക്കാരെയും ഒന്നും ചെയ്യാതെ കൃത്യമായ രൂപത്തിൽ ഭീകര കേന്ദ്രങ്ങളെ മാത്രം ലക്ഷ്യം വെച്ചു. ഇപ്പൊ ബലൂജികൾ അവരുടെ അകത്ത് തന്നെയുള്ള ആളുകളാണ്. ആ ബലൂജികൾ കൊല്ലുന്നത് സാധാരണക്കാരെയാണ്. സാധാരണക്കാരെ കൊന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ ഓപ്പറേഷൻ സിന്ദൂറില് കുറച്ച് മലയാളികൾ ഖേദിക്കുന്നുണ്ട്. എന്തിനാ? അവർക്ക് ഇന്ത്യയോടുള്ള വിരോധമാണ്, പാകിസ്ഥാനോടുള്ള സ്നേഹമാണ് അതിനകത്ത് മുഴിച്ചു നിൽക്കുന്നത്. പാകിസ്ഥാനെതിരെ നടന്ന ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ അനിവാര്യമാണെന്നും അനിവാര്യമായ സമയത്താണ് കൃത്യമായ രൂപത്തിൽ അവർ അർഹിക്കുന്ന രൂപത്തിൽ തിരിച്ചടിച്ചതെന്നും പ്രവാസിയായിട്ടുള്ള അഫ്ഗാൻ പാർലമെന്റേറിയനായ മറിയൻ സുലൈമാൻ ഖിൽ. സത്യം പറയാൻ ആരെയാ ഭയപ്പെടുന്നത്? നമ്മൾ ആരെയും ഭയപ്പെടണ്ട. നുണ പറയാനാണ് ഭയം വേണ്ടത്. പാകിസ്ഥാൻ ഭീകരതയ്ക്ക് ജന്മം നൽകുകയും കാശ്മീരിലെ നിരപരാധികളെ കൊല്ലുകയും ചെയ്യുന്നു എന്നാണ് അവരും അവകാശപ്പെട്ടത്. ഇന്ത്യയുടെ നടപടി വളരെ ഉത്തരവാദിത്വമുള്ളതാണ്. ഭീകര കേന്ദ്രങ്ങൾ, ഭീകര ക്യാമ്പുകൾ, സൈന്യം ഭീകരരെ പ്രോത്സാഹിപ്പിക്കുന്ന സ്ഥലങ്ങൾ, ഇതൊക്കെയാണ് ഇന്ത്യൻ സൈന്യം തകർത്തത്. ഈ നടപടിയെ താൻ പ്രകീർത്തിക്കുന്നു എന്നാണ് പാർലമെന്റേറിയൻ പറഞ്ഞത്. ഇതിനെ സംബന്ധിച്ച് സുലൈമാൻ ഖിൽ തന്റെ എക്സ് അക്കൗണ്ടിലൂടെ ഒരു കുറിപ്പും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്റെ ട്വീറ്റ് വെറും ഒരു രാഷ്ട്രീയ പ്രസ്താവന മാത്രമായിരുന്നില്ല, അതൊരു ജീവിക്കുന്ന സത്യമായിരുന്നു. ISI ഭീകരരുടെ നിഴലിൽ ഞാൻ ജീവിച്ചിട്ടുണ്ട് എന്നവർ പറയുന്നു. കഴിഞ്ഞ 10 വർഷമായി ഞാനത് നേരിട്ട് കണ്ടിട്ടുണ്ട്. അതിന്റെ വേരുകൾ എവിടെയാണ് എന്ന് എനിക്ക് നന്നായി മനസ്സിലാകും എന്നാണ് സുലൈമാൻ ഖിൽ പറയുന്നത്. അതിനു പുറമെ പാകിസ്ഥാൻ പതിറ്റാണ്ടുകളായി കള്ളം പറയുകയാണെന്നും സർക്കാരും ISIയും ഇത് തന്നെയാണ് ചെയ്യുന്നതെന്നും സുലൈമാൻ ഖിൽ പറഞ്ഞു. കഴിഞ്ഞ 77 വർഷമായി ഇന്ത്യ സംസാരിച്ചു വരുന്ന അതേ വിഷയങ്ങൾ തന്നെയാണ് ഇപ്പോഴും ഇന്ത്യ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാൻ പ്രചരിപ്പിക്കുന്നത് നുണകൾ മാത്രം. അവരുടെ ഓൺലൈൻ ട്രോൾ ഫാമുകളും അവരുടെ പണമടച്ചിട്ടുള്ള മാധ്യമങ്ങളും ഈ നുണകളാണ് പ്രചരിപ്പിക്കുന്നത്. അവരുടെ സ്വന്തം ISIയുടെ നേതൃത്വവും വിദേശകാര്യമന്ത്രിയും പോലും നുണകളാണ് പ്രചരിപ്പിക്കുന്നത്. അതിന് താൻ തെളിവാണ് എന്നവർ പറഞ്ഞു. ഇതിനു പുറമെ ബലൂചിസ്ഥാനിലെ ജനങ്ങളെ കുറിച്ചും സുലൈമാൻ ഖിൽ പരാമർശിച്ചു. ബലൂജ്, പഷ്തൂൺ, സിന്ധി, പഞ്ചാബി ഇവിടങ്ങളിലെല്ലാം സൈനിക സ്വേച്ഛാധിപത്യത്തിൽ മടുത്തു എന്നവർ പറഞ്ഞു. അവിടുത്തെ ജനങ്ങൾ മടുത്ത് ജീവിക്കുക. നിലവിൽ ജയിലിലുള്ള ബലൂജ് ആക്ടിവിസ്റ്റ് മഹ്റംഗ് ബലൂജിന്റെ ഉദാഹരണവും അവരെടുത്തു പറഞ്ഞു. അതേസമയം ഒസാമ ബിൻ ലാദൻ, ലഷ്കർ-ഇ-തൊയ്ബ ഭീകരർ എന്നിവരെ പാകിസ്ഥാനിൽ സ്വതന്ത്രമായി സഞ്ചരിക്കാൻ അനുവദിക്കുന്നുണ്ട് എന്ന് അവർ കുറ്റപ്പെടുത്തി. ബലൂചിസ്ഥാനിൽ പതിറ്റാണ്ടുകളായി ആളുകൾ അപ്രത്യക്ഷരാകുകയാണ്. കൊലപാതകങ്ങൾ നടക്കുകയാണ്. പ്രകൃതി വിഭവങ്ങൾ കൊള്ളയടിക്കപ്പെടുകയാണ്. അവിടുത്തെ ജനങ്ങൾ ഇപ്പോഴും പട്ടിണിയിലും ദാരിദ്ര്യത്തിലുമാണെന്നും സുലൈമാൻ ഖിൽ പറഞ്ഞു. അതിനു പുറമെ പാകിസ്ഥാനും തങ്ങളുടെ ജനങ്ങളെ തീവ്രവാദത്തിന്റെ ദുരിതത്തിലേക്ക് എത്തിക്കുന്നുണ്ട് എന്ന് സുലൈമാൻ ഖിൽ. പാകിസ്ഥാൻ ഇപ്പോൾ ഭീകരതയ്ക്ക് പേരുകേട്ട രാജ്യമാണ്.
സ്വന്തം ജനങ്ങളുടെ മേൽ ഭീകരതയെ അടിച്ചേൽപ്പിക്കുകയാണെന്നും സുലൈമാൻ ഖിൽ പറഞ്ഞു. നോക്കണം, ജനങ്ങൾക്ക് അന്നമില്ല, വെള്ളമില്ല, വീടില്ല, ദാരിദ്ര്യത്തിൽ മുങ്ങി ജീവിക്കുമ്പോഴും ഇന്ത്യ തകർത്ത, ഓപ്പറേഷൻ സിന്ദൂറിലൂടെ തകർത്ത 9 ഭീകര കേന്ദ്രങ്ങൾ പുനർനിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് കോടികൾ ചിലവഴിച്ച് പാകിസ്ഥാൻ. ഇവരുടെ ഭീകരത എത്രമാത്രമുണ്ട് എന്ന് ആലോചിച്ച് നോക്ക്. ബലൂചികളെ വിശ്വസിക്കാം, കുഴപ്പമൊന്നുമില്ല.